അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയപ്പെട്ട മുത്തഅല്ലിം സുഹൃത്തുക്കളെ, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ വളരെ പ്രസക്തവും പ്രബലവുമായ രണ്ടു ആശയധാരകളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അത് വേറൊന്നുമല്ല, ഇസ്ലാമും കമ്മ്യൂണിസത്തെക്കുറിച്ചുമാണത്. കമ്മ്യൂണിസം എന്നത് കേവലം ഒരു മാർക്സിന്റെ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഭവം, ഒരു ആശയധാരയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചരിത്രത്തെ അന്വേഷിച്ചാൽ. സ്റ്റാലിനും ലെനിനുമൊക്കെ അതിൻ്റെ വക്താക്കളാണെന്ന് മാത്രം. എന്നാൽ ഇസ്ലാം എന്നത് വളരെ പാരമ്പര്യമുള്ള ഒരു ആശയധാരയാണ്. 4000-5000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ആശയമാണ് ഇസ്ലാം എന്നത്. ഇരുവരും തന്നെ ലോകത്തെ സ്വാധീനിച്ച മഹാശക്തികളാണ്. സാമൂഹിക നീതി, അടിച്ചമർത്തപ്പെട്ടവരുടെ ക്ഷേമം, സമത്വം എന്നീ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. എന്നാൽ ഇസ്ലാമിന്റെ അടിത്തറയും സമീപനവും പരസ്പരം, ഇസ്ലാമിന്റെയും മാർക്സിസത്തിന്റെയും അടിത്തറയും സമീപനവും എന്നത് തികച്ചും വ്യത്യസ്തമാണ്. അത് നമുക്ക് ചരിത്രത്തിൽ അന്വേഷിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിൽ എടുത്തു പറയേണ്ടത് എന്ന് വെച്ചാൽ ദാർശനിക വ്യത്യാസമാണ്. ഇസ്ലാം വെളിപാടിൽ അധിഷ്ഠിതമാണ്. അള്ളാഹുവാണ് ദൈവമെന്നും പരമാധികാരിയെന്നും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആശയമാണ്. എന്നാൽ നിയമവും നീതിയും മനുഷ്യരുടെ ചിന്തയിൽ നിന്നല്ല, മറിച്ച് ദൈവിക കൽപ്പനയിൽ നിന്നാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്. അതേസമയം കമ്മ്യൂണിസം ഒരു ഭൗതിക സിദ്ധാന്തമാണ് മുന്നോട്ട് വെക്കുന്നത്. ദൈവത്തെയും ആത്മീയതയും അവർ പാടെ തള്ളിക്കളഞ്ഞ് തൊഴിലാളി വർഗമാണ് ചരിത്രത്തെ മാറ്റുന്ന ശക്തി എന്ന് അവകാശപ്പെടുന്ന ഒരു ആശയധാരയാണ് മാർക്സിസം എന്ന് പറയുന്നത്. മതത്തെ ഓപ്പിയം എന്ന് വിളിച്ച് മാർക്സിന്റെ വാക്കുകൾ ഇതിന് തെളിവായി നമുക്ക് ഉദ്ധരിക്കാൻ പറ്റുന്ന ഒരു വാക്കുകളാണ്. സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ ഇസ്ലാം സ്വകാര്യ സ്വത്തിനെ അനുവദിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്നത്. പക്ഷേ അത് സാമൂഹിക ഉത്തരവാദിത്തോടെയാണ്. സക്കാത്ത്, പലിശ നിരോധനം, അവകാശ വിതരണം എല്ലാം സമ്പത്ത് ഒരു വിഭാഗത്തിനുള്ളിൽ മാത്രം കേന്ദ്രീകരിക്കാതിരിക്കാനുള്ള ഒരു നടപടിയായിട്ടാണ് അതൊക്കെ മുന്നോട്ട് വെക്കുന്നത് ഇസ്ലാം. എന്നാൽ കമ്മ്യൂണിസം സ്വകാര്യ സ്വത്തിനെ നിരസിക്കുന്നു. ഉൽപാദനോപാധികൾ എല്ലാം രാജ്യത്തിന്റെ ഉടമസ്ഥതയിലാണ്. എന്നാൽ ചരിത്രം കാണിച്ചു തന്നത് ഇത് പ്രവർത്തനക്ഷമത കുറയ്ക്കുകയും അഴിമതിയും അടിച്ചമർത്തലിനും വഴി തുറക്കുകയും ചെയ്തു എന്നത് തന്നെയാണ്. എന്നാൽ ഭരണരീതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇസ്ലാമിൽ രാഷ്ട്രം നിയമത്തിന്റെ ട്രസ്റ്റിയാണ്. ഭരണാധികാരി ഖലീഫയോ നേതാവോ ആയാൽ അവൻ നിയമത്തിന് മുകളിൽ ഒരിക്കലും അല്ല എന്നതാണ് ഇസ്ലാം പറയുന്നത്. ഷൂറ എന്ന ആശയം കൂട്ടായ ആലോചനത്തിന്റെ ഭരണത്തിൽ പങ്കാളിത്തവും നിയന്ത്രണവും ഉറപ്പാക്കുന്നുണ്ട്. അതേസമയവും കമ്മ്യൂണിസം വാനാകാർ പാർട്ടി മുഖേന ഏകാധിപത്യത്തിലേക്ക് മാറിയിരിക്കുന്നു. തൊഴിലാളി വർഗത്തിന്റെ പേരിൽ പാർട്ടി മാത്രമാണ് അധികാരം കൈവശം വെച്ചത്. വ്യക്തി സ്വാതന്ത്ര്യത്തിനും മതാനുഷ്ഠാനത്തിനും അവിടെ ഒരിക്കലും സ്ഥാനമുണ്ടായിരുന്നില്ല. ചരിത്രത്തിൽ ഒരുപാട് ഏറ്റുമുട്ടലുകൾ കമ്മ്യൂണിസവും ഇസ്ലാം തമ്മിൽ ഉണ്ടായിട്ടുണ്ട്. ലെനിൻ എന്ന മാർക്സിയൻ വക്താവ് ആദ്യകാലത്ത് മുസ്ലിം സമൂഹങ്ങളെ തന്റെ പക്ഷത്തോട് ആകർഷിപ്പിക്കാൻ ശ്രമിച്ചതായി നമുക്ക് ചരിത്രത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ അധികാരമുറപ്പിച്ചതിന് ശേഷം സ്റ്റാലിന്റെ കീഴിൽ പള്ളികൾ അടിച്ചു പൂട്ടപ്പെട്ടു, മതപണ്ഡിതർ കൊല്ലപ്പെട്ടു, മുസ്ലിമീങ്ങൾ നാടുകടത്തപ്പെട്ടു. ഇതിലൂടെ വ്യക്തമായി തെളിഞ്ഞത് കമ്മ്യൂണിസവും ഇസ്ലാമും തമ്മിലുള്ള സഹവർത്തിത്വം താൽക്കാലികവും അസാധ്യവുമായിരുന്നു എന്നതാണ്. അക്കാലത്ത് തന്നെ
തന്നെ ഇസ്ലാമിക സോഷ്യലിസം എന്നൊരു ആശയം ഉടലെടുത്തിട്ടുണ്ട്. ഇതിന്റെ ലക്ഷ്യം കമ്മ്യൂണിസവുമായി ലയിക്കുക എന്നതല്ല, മറിച്ച് ഖുർആനും സുന്നത്തും അടിസ്ഥാനമാക്കി സാമൂഹിക നീതി, ക്ഷേമം, സമത്വം തുടങ്ങിയ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ്. ഗമാൽ അബ്ദുൽ നാസർ, മുഅമ്മർ ഗദ്ദാഫി, അലി ശരീഅത്തി തുടങ്ങിയവർ ഇതിന്റെ പ്രധാന വക്താക്കളായിരുന്നു എന്നത് നമുക്ക് ചരിത്രം അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഇസ്ലാമും കമ്മ്യൂണിസവും തമ്മിൽ ചില ഉപരിവിപ്ലവം സാമ്യങ്ങൾ കാണിച്ചാലും അവരുടെ അടിത്തറ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ഏകീകരണം ഒരിക്കലും സാധ്യമല്ല. എന്നാൽ ഇസ്ലാം തന്നിൽ നിന്ന് സാമൂഹിക നീതിക്ക് വഴികൾ കണ്ടെത്തുകയും ചൂഷണത്തെയും അനീതിയെയും എതിർക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇസ്ലാം മനുഷ്യർക്ക് നൽകുന്നത് ഒരു സുതാര്യമായ സന്ദേശമാണ്. ആത്മീയതയും സാമൂഹിക നീതിയും കൈകോർത്തുകൊണ്ടുള്ള മുന്നേറുന്ന ഒരു സമുദ്രിത ജീവിതമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് സമയത്തിന്റെ അഭാവത്തിൽ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.